പിന്നെ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്രത്തോളം അങ്ങോട്ട് വർക്കായില്ല. രണ്ടാമത്തെ സിനിമയ്ക്ക് സ്കോർ ചെയ്തിരിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു ഇതിനകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നും ചെക്ക് ചെയ്ത് നോക്കിയില്ല. എന്തായാലും ഷാൻ റഹ്മാൻ അല്ല കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഷാൻ റഹ്മാൻ മ്യൂസിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് ഡോൺ വിൻസെൻ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്രത്തോളം അങ്ങോട്ട് വർക്കായില്ല. പക്ഷേ കുറച്ചൊരു മോഡേൺ സ്റ്റൈലൊക്കെ പിടിച്ചിട്ടുണ്ട്, അതൊരു രസമുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു തനി നാടൻ ചെണ്ടയൊക്കെ വെച്ചിട്ടുള്ള ഷാൻ റഹ്മാൻ്റെ ആ ഒരു പെടച്ചിൽ, അതിനൊപ്പം ആ ഒരു തിയേറ്ററിലൊരു ഓളം ഉണ്ടാക്കാനായിട്ട് പുതിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ. അപ്പോൾ ആദ്യം സിനിമ കണ്ട് ഉറങ്ങിപ്പോയെങ്കിലും രണ്ടാമത് സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു എന്താണ് അവർ ഈ സാധനത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടി. ബട്ട് പേഴ്സണലി ടൈം ട്രാവൽ പരിപാടി ഈ ഒരു സംഭവത്തിൽ വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ സിനിമ എൻ്റെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പീനിയനും വളരെ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവി ഔട്ട് ഓഫ് 10 ഒരു 8 റേറ്റ് ചെയ്യുന്നു. ഒരു വൺ ടൈം തിയേറ്റർ വാച്ച് തന്നെയാണ്. തിയേറ്ററിൽ പോയി നല്ല ആസ്വദിച്ചിരുന്ന് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.